ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒന്ന് രണ്ട് കിച്ചൺ ഹാക്സും പിന്നെ കുറച്ച് ക്ലീനിങ് ടിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. കിച്ചൺ ക്ലീനിങ്ങും റൂം ക്ലീനിങ് ഒക്കെ ചെയ്യാൻ മടി പിടിച്ചിരിക്കുന്നവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. എൻ്റെ ഒരു മിഡ് മോർണിംഗ് കുക്കിംഗ് കഴിയുമ്പോഴേക്കും കുക്കിംഗ് റേഞ്ചിൻ്റെ അവസ്ഥ ഏകദേശം ഇതുപോലെ ആയിരിക്കും. കുക്കിംഗ് റേഞ്ച് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും അതിൻ്റെ ക്ലീനിങ് ആണ് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് പരിഹരിക്കാൻ ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. ജിഫിൻ്റെ അൾട്രാ ഫാസ്റ്റ് കിച്ചൺ ക്ലീനർ. ഇത് ലുലുലും നെസ്റ്റോയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഒരു നോർമൽ നമ്മൾ ഡിഷ് വാഷൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബർണറിൻ്റെ അകത്തൊന്നും വെള്ളമാവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ശേഷം നനഞ്ഞ ഒരു തുണി കൊണ്ട് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ സ്കിന്നിനൊക്കെ അലർജി ഉള്ളവർ ഇങ്ങനത്തെ ക്ലീനിങ് ഏജൻസും സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ബർണറിൻ്റെ ടോപ്പറൊക്കെ ഞാൻ അതേ ജിഫ് തന്നെ വെച്ചിട്ട് കഴുകിയെടുത്തതാണ്. താഴെ കാണുന്ന ഓവൻ്റെ ഗ്ലാസും അതേപോലെ കുക്കിംഗ് റേഞ്ചിൻ്റെ രണ്ട് സൈഡും ഞാൻ അതേപോലെ തന്നെയാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പം ഏകദേശം എൻ്റെ കുക്കിംഗ് റേഞ്ച് ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട്. ഇനി കുക്കിംഗ് ഒക്കെ ചെയ്യാൻ മടിയുള്ളവർക്ക് ഒന്ന് രണ്ട് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വെജിറ്റബിൾസും അതേപോലെ തന്നെ ഫിഷും മീറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ആദ്യം ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല ടപ്പർ വെയറിൻ്റെ കണ്ടെയ്നേഴ്സ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മല്ലിയില, കറിവേപ്പില, അതേപോലെ തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ, പിന്നെ ഫിഷ്, മീറ്റ് ഒക്കെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾക്ക് റൂമും അതേപോലെ തന്നെ നമ്മളുടെ ലിവിങ് ഏരിയ എല്ലാം വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾ പൊടി തട്ടി ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ജനലൊക്കെ തുറന്നിടുന്നതുകൊണ്ട് തന്നെ നല്ല പോലെ പൊടി ഉണ്ടാവും. അപ്പോൾ വീക്ക്ലി വൺസ് എങ്കിലും ഇങ്ങനൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വീക്ക്ലി വൺസ് പറ്റില്ലെങ്കിൽ ഒരു 2 വീക്സിൽ വൺസ് എങ്കിലും ഇങ്ങനൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ശരിക്കും നല്ലൊരു വൃത്തിയുള്ള അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുമ്പം കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പോസിറ്റീവ് എനർജി കിട്ടും. ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം ജോബ് തന്നെയാണ്. പക്ഷേ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു ക്ലീൻ ആയിട്ടുള്ള ഹോമാണ് ഒരു ഹാപ്പി ഹോം എന്നുള്ളതാണ്. എത്ര സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു കയറി വരുമ്പോൾ ആ വീട് വൃത്തിയുള്ളതാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും അവിടെ നിന്ന് കിട്ടും. ബാച്ചിലർ ലൈഫിൽ നിന്ന് പെട്ടെന്നൊരു ഹോം മേക്കർ എന്നുള്ളൊരു പൊസിഷനിലോട്ട് ലൈഫ് സ്വിച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. മാഷാഅല്ലാഹ്, ഒരു ഹോം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് മം വ്ളോഗേഴ്സിൻ്റെ ചാനൽസൊക്കെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.